ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് റീഡിങ്ങിൽ ഇത് ജനറൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഞാൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയാം, ഒന്നിച്ചൊരു വീഡിയോ ആക്കുന്നുണ്ട്. രണ്ടും കൂടെ നമുക്ക് പറയാം. ആദ്യം നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, അതായത് നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന്, നിങ്ങളുടെ ജോലി, കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻസ്, എന്തിനെക്കുറിച്ചാണോ നിങ്ങൾക്ക് കൺസേൺ ഉള്ളത് അതിനെക്കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ആൻഡ് അത് കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടും പറയാം. ഓക്കെ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള മെസ്സേജ് ഇന്നത്തെ 8 of Cups, Knight of Swords, എംപ്രസ് കാർഡ് മറക്കേണ്ടി വരും. ഓക്കെ, കുഴപ്പമില്ല. 7 of Pentacles, 10 of Pentacles. Wow. ഐ തിങ്ക് ഇവിടെ എനിക്ക് മെയിനായിട്ട് എന്താ കാണുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങളെന്തോ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങളെന്തോ പിന്നിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് ഭാരമായിട്ട് മാറിയ ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണ്. ഓക്കെ, നിങ്ങളുടെ സ്ട്രെസ്സായിട്ടുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് സ്ട്രെസ്സ് കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ടെൻഷൻ കാണുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കാം, നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു സ്ഥലം, നിങ്ങൾക്ക് സന്തോഷം കിട്ടാത്ത ഒരു സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരെയും ശരിയാവുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉള്ളതിൽ തന്നെ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന രീതിക്കുമായിരിക്കാം കുറച്ച് പേർക്ക്. നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് പോരാ എന്നുള്ളൊരു തോന്നലായിരിക്കും. അതിപ്പോൾ ഞാൻ കുറ്റപ്പെടുത്തി അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നായിരിക്കാം, ഒരു ജോലി മാറലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വിട്ട് മാറുന്ന ഒരു തരത്തിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ എന്തോ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ആ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നത്, നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, ആക്ച്വലി നിങ്ങൾ മുന്നോട്ടാണ് പോകുന്നത്. ആൻഡ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതായിരിക്കാം. ആ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ സഡൻലി, ഐ തിങ്ക് നിങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കും. നമ്മൾ പറയില്ലേ, ചില സമയത്ത് നമ്മൾ പോകണോ വേണ്ടേ, നിൽക്കണോ വേണ്ടേ, ആലോചിച്ച് കൺഫ്യൂഷൻ ആവും അല്ലേ. പക്ഷേ ഇതിവിടെ ഐ തിങ്ക് ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനം, ഇല്ല മതി, ഡൺ എന്ന് പറയില്ലേ, ആ ഒരു കഴിഞ്ഞു, ഇനി ഇവിടെ ഞാൻ ഒന്നും ശ്രമിക്കാൻ ഞാനില്ല, അല്ലെങ്കിൽ ഇനി എനിക്കിവിടെ ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ ഇനി എനിക്കിത് വേണ്ട എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ സഡൻ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഉപേക്ഷിച്ച്, നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നിങ്ങൾ അപ്പോൾ കൂടുതൽ എടുത്തു ചാടുന്ന ഒരു എനർജി ഉള്ളത് എനിക്കൊരു നിങ്ങൾ വളരെ ഉറപ്പിച്ചിട്ട് തീരുമാനിച്ചിട്ട്, ഇല്ല ഇനി ഇത് മതി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തോ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങളായിരിക്കാം, ഇടങ്ങളായിരിക്കാം, ഓക്കെ, വ്യക്തികളിൽ നിന്നായിരിക്കാം, സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ നിന്നായിരിക്കാം, കരിയറിൽ നിന്ന്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന്, ചില ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് ചേരുന്നില്ല, വാട്ട് എവർ, എന്ത് കാര്യം. ആക്ച്വലി റിലേഷൻഷിപ്പിലും പറയാം ഇത്. ഓക്കെ, റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വിട്ടുമാറലാണ് എനിക്ക് കാണുന്നത്. എന്തോ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആൻഡ് ആ പോകുന്നത് പക്ഷേ നിങ്ങൾ ആക്ച്വലി വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് എനിക്ക് കാണുന്ന ഒന്നാമത്തെ കാര്യം. ഓക്കെ, വളരെ പെട്ടെന്നെടുത്ത് ഒരു ക്വിക്ക് എനർജിയാണ് എനിക്ക് കാണുന്നത്. സഡൻ ആയിരിക്കും ഇത്, നിങ്ങൾ പോലും പ്രതീക്ഷിക്കില്ല ചിലപ്പോൾ അത്. ഓക്കെ, നമ്മൾ പറയില്ലേ, ഞാൻ പോണോ വേണ്ടേ എന്ന് ചിന്തിച്ച് നിന്ന് അവസാനം പക്ഷെ പെട്ടെന്ന് ഒരു ഓക്കെ എന്ന് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അബണ്ടൻസ് ആണ്, എംപ്രസ് എനർജിയാണ്. നിങ്ങൾ ഈ കോൺഫ്ലിക്റ്റ് വിട്ട് കളയാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ചുറ്റും നടക്കുന്നുണ്ടാവും, അതിൽ നിന്ന് നിങ്ങൾ മാറുകയാണ്. ഓക്കെ, മറ്റുള്ളവരെന്ത് പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫൈറ്റ്സ്, അങ്ങനെ നിങ്ങൾക്ക് എല്ലാം കൂടി ഐ തിങ്ക് മടുത്ത ഒരവസ്ഥയാണ്. നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അവനവനെ നിങ്ങൾ ഇത്രയും കാലം ഐ തിങ്ക് നിങ്ങളൊരു എങ്ങനെയൊക്കെയോ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് അവസാനം മടുക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണുന്നത്. മടുത്ത് വിട്ടു പോകുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണുന്നത്. ആ ഭാരമായിട്ട് മാറി നിങ്ങൾക്കത് ഭാരമേ തന്നിട്ടുള്ളൂ, നിങ്ങൾക്കത് സ്ട്രെസ്സേ തന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് ടെൻഷനേ തന്നിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ശരിക്കും ഗ്രോത്ത് തന്നെ നിന്നുപോയി എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്ത് തന്നെ ബ്ലോക്കായി കാണാം. നിങ്ങൾക്ക് ശരിക്കും പലതും നിങ്ങൾക്ക് നേടാൻ സാധിക്കും, പക്ഷെ അതൊക്കെ എവിടേക്കോ സ്റ്റക്കായി പോയ പോലെയാണ് എനിക്ക് കാണുന്നത്. ആൻഡ്
ഐ തിങ്ക് ആ ഒരു നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മേലെ ഒരു ഭാരം വെച്ചിരുന്നു. ഓക്കെ, മേ ബി ഇവിടെ ഈ പിടിച്ച് നിൽക്കാൻ ചില സമയത്ത് ഒരു കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും പിടിച്ച് നിൽക്കാനാണ് നമുക്ക് കൂടുതൽ എനർജി വേണ്ട, വിട്ട് കളയാൻ അത്ര വേണ്ടാന്ന് എന്തോ പറയും. എങ്കിൽ ശരിക്കും നമ്മൾ വിചാരിക്കും വിട്ട് കളയാനാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ അല്ല, നമ്മൾ ആ പിടിച്ച് നിൽക്കാനും വളരെയധികം സ്ട്രെയിൻ ആണത്, സ്ട്രെസ്സാണത്. ഓക്കെ, ബട്ട് ഇവിടെ ഐ തിങ്ക് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഐ തിങ്ക് മടുത്തിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം ഇവിടെ ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് കാണുന്നത്. വളരെ നല്ലൊരു കാർഡാണ്, ബ്യൂട്ടിഫുൾ എനർജിയാണ്. ആൻഡ് ഇവിടെ എംപ്രസ് എനർജി, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്ത് ശരിക്കും ഇപ്പോഴാണ്, ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിലേക്ക് നിങ്ങളിപ്പോൾ വരുന്നുണ്ടാവും. നിങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ഇന്നെടുത്തോ നാളെ എടുത്തോ എന്നുള്ളതല്ല, ബട്ട് ഐ തിങ്ക് ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ ഒരു ഗ്രോത്ത്, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ എനിക്ക് കാണുന്നുണ്ട്. അവനവനെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരികയാണ്. യു ആർ കമ്മിങ് ഔട്ട്. ഓക്കെ, സ്വയം അവനവനെ നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. ആൻഡ് അതിനുശേഷം ഇവിടെ ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് ഐ തിങ്ക് നെഗറ്റീവ് എനർജി മുഴുവൻ നിങ്ങൾ തട്ടി മാറ്റി ഐ തിങ്ക് നിങ്ങൾ സ്വയം ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഈ ഒരു വാക്കിംഗ് അവേ, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുന്നതോടെ നിങ്ങളുടെ അബൻഡൻസിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്, ഒരു പുതിയ തുടക്കത്തിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. ഓക്കെ, സോ വളരെ പോസിറ്റീവ് എനർജി. നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഗൈഡൻസ് കാർഡ് കൂടി, ഒറക്കിൾ കൂടി നോക്കാം. വിപ്പ്, ക്രോസ്, യെസ്, വാവ്, ഫ്ലവർ, ബ്യൂട്ടിഫുൾ. ശരിക്കും മൈ ഗോഡ്, എല്ലാം ഒരേ എനർജിയാണ് എനിക്ക് വരുന്നത്. സി, നിങ്ങൾ അത്രയും നിങ്ങളുടെ ചുറ്റും ഒരുപാട് കോൺഫ്ലിക്റ്റ്, കൺഫ്യൂഷൻ, മനസ്സിൽ ടെൻഷൻ, കാര്യങ്ങൾ, ശരിക്കും നമ്മൾ പറയില്ലേ എന്താണ്, കൊടുങ്കാറ്റിൻ്റെ ഒരു എനർജി, അതിൽ നിങ്ങൾ പെട്ട് നിന്ന പോലെയായിരുന്നു. എനിക്ക് മൗസ് കാണിക്കുന്നുണ്ട്. മൈസ് ഞാൻ ഇന്നാളൊരു സമ്മർ റീഡിങ്ങിൽ നമ്മൾ കണ്ടിരുന്നു ഇതേ കാര്യം. റിലേഷൻഷിപ്പിലായിരുന്നു തോന്നുന്നു കണ്ടത്. നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ, നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കാനുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലവർ ആക്ച്വലി നിങ്ങൾ ഫ്രണ്ട്സ് എന്ന് കരുതുന്നവർ പോലും ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം. അതിൽ നിന്നൊക്കെ നിങ്ങൾ ആക്ച്വലി ക്രോസാണ് കാണുന്നത്. ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ആ കുരിശേറ്റി നടക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഭാരം അല്ലേ, ശരിക്കും നമ്മുടെ മേലെ ഒരു ഭാരം ഇട്ട പോലെയാണ്. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ആ ഒരു ഭാരം ഏറ്റിക്കൊണ്ട് നടക്കായിരുന്നു ഇതുവരെ. ഓക്കെ, ആ ഭാരം നിങ്ങൾ ഇറക്കി വെക്കാൻ നിങ്ങൾ തയ്യാറാവും. നിങ്ങൾ അത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ടെൻഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വേദനകൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഭാരമായിട്ട് നിങ്ങളുടെ മേലെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മൾ അടിച്ചു വാരി കളയുക അല്ല എന്ന രീതിക്കാണ്, എല്ലാം ക്ലീൻ ചെയ്ത് വിടുക എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ക്ലീനിങ് ഔട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്തതെല്ലാം നിങ്ങൾ തുടച്ചു മാറ്റുക, അല്ലെങ്കിൽ അടിച്ച് കളയുക, ഓക്കെ, തൂത്ത് കളയുക എന്ന രീതിയിൽ. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇത് ലക്കാണ്. ക്ലോവർ എന്ന് പറയുമ്പോൾ ലക്കാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ലക്ക് എനർജി വരുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് അല്ലെങ്കിൽ ലക്ക് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നാണ്. പക്ഷെ അതിനാദ്യം നമ്മൾ പറയില്ലേ, എല്ലാം ഒന്ന് ക്ലിയർ ആക്കി വിടാനുണ്ട്. നിങ്ങളുടെ എനർജി ക്ലിയർ ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് തൂത്ത് കളയാനുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അബണ്ടൻസ് വരും. ഓക്കെ, നിങ്ങൾക്ക് ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും. പക്ഷേ ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങളുടെ മെയിൻ. നമ്മുടെ ഫസ്റ്റ് വന്ന കാർഡ് 8 ഓഫ് കപ്സ്, വാക്കിംഗ് അവേ. ക്യാൻ യു ഡു ദാറ്റ്? ഓക്കെ, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമോ? അവിടെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കൊരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ കൂടി വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കാം കാർഡ്സ്. ഇതിപ്പോൾ നമ്മൾ ജനറലായിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലും ഇത് ബാധകം ആണ്. ആൻഡ് അതേപോലെ നമുക്ക് കുറച്ചുകൂടി റിലേഷൻഷിപ്പിൻ്റെ കൂടി ഒന്നുകൂടി ഞാൻ എടുക്കാം സെപ്പറേറ്റ്, കുറച്ച് എനർജി കൂടി. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ കാണുന്നത് പറയാൻ ഞാൻ ഗൈഡൻസ് നിങ്ങൾക്ക്. ഓക്കെ, പേഴ്സൻ്റെ ഫീലിങ്സ്. ഒരേ കാർഡ്സ് റിപ്പീറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് വരാനുള്ളതാണെങ്കിൽ വരും, അത് വേറെ. ഓക്കെ, let's see. Okay, relationship and emotions, feelings. Again, 5 swords. വീണ്ടും ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. സെയിം കാർഡ്സ് റിപ്പീറ്റ് ആവുന്നുണ്ട്, ബട്ട് വേറെയും ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല, ബിക്കോസ് ഇടയിലിടയിലാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ അഗെയിൻ സെയിം എനർജി. സോ ഐ തിങ്ക് ജനറൽ ഗൈഡൻസിൽ പറഞ്ഞത് സിമിലർ ആണ്. ഇവിടെ നിങ്ങൾക്ക് 5 ഓഫ് സോർട്സ് കാണുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് വിത്ത് യുവർ പേഴ്സൺ. ഓക്കെ, പേഴ്സണുമായിട്ട് നിങ്ങൾ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. സോ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ച് കാണാം, വിഷമിച്ച് കാണാം. അവരുടെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ
അവർക്കറിയാം എന്നിട്ട് അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളത്. അവർക്കറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ചില മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരും ആക്ച്വലി അവരുടെ ഭാഗത്ത് എടുക്കാം, ഇത് ഞാൻ എനർജി അവരെയാണ് നോക്കിയത്. സോ അവരുടെ ഒരു ടെൻഷൻ ആവുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുമായിട്ടൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വേണം. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. സോ വളരെ ആക്ച്വലി യെസ്, അവർക്ക് നിങ്ങളുമായിട്ട് സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വേണം എന്ന് തന്നെയാണ്. പക്ഷെ അവരല്പം സ്ലോ ആണ്. അവർ ആക്ഷൻ എടുക്കുന്നില്ല എന്ന രീതിക്കാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്തെടുക്കണം എന്നാണ്. അവർക്ക് ഇവിടെ ടെൻഷൻ ഉണ്ട് ഒരുപാട് അവരുടെ ഉള്ളിൽ. അതിൻ്റെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഹാർട്ട് ബ്രേക്ക് അവരുടെ ഭാഗത്ത് ഇതിവിടെ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള എനർജി ആയിരിക്കാം. ലെറ്റ്സ് സീ ഇത് എന്താണ് ഇവിടെ. 3 of Swords എന്താ പറയുന്നത്. Again 5 months competition and Ace of Wands നിങ്ങൾക്കും വന്നു. വെരി ഗുഡ്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി അത് ഫാമിലി ആവാൻ ചാൻസസ് ഉണ്ട്. King of Swords, Queen of Swords. യെസ്, പേഴ്സൻ്റെ ലൈഫിൽ അവർ മാരീഡ് അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ അവർ റിലേഷൻഷിപ്പിലാണ് എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അവരുടെ പാരൻസ് ആയിരിക്കും കേട്ടോ. പാരൻസോ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്ന ആരെങ്കിലും അവരുടെ ലൈഫിലുണ്ട് എന്നാണ്. അത് കൂടുതലും ഫാമിലിയാണ് എനിക്കിവിടെ ബേസ് ചെയ്ത് വരുന്നത്. ഫാമിലി എന്ന രീതിക്ക് തന്നെയാണ്. സോ ഫാമിലി തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ. അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി. മേ ബി നിങ്ങളുമായിട്ട് പേഴ്സൺ കമ്മിറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. കാരണം അവർക്ക് ഫാമിലി കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അവർക്ക്. അല്ലെങ്കിൽ ഫാമിലി ഇപ്പോൾ പാരൻസ് ആയാലും ശരി, പാരൻസിനെ ടേക്ക് കെയർ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട്. കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അവരുടെ അറ്റൻഷൻ വേറെ കാര്യങ്ങളിലേക്കും പോകുന്നുണ്ട്. നിങ്ങളിലല്ലാതെ. അതായത് നിങ്ങൾക്ക് തോന്നാം ദാറ്റ് കോമ്പറ്റീഷൻ ഉണ്ട് എന്ന്. അതായത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് മറ്റു പലരും അവരുടെ അവരുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. സോ ആ ഒരു കോമ്പറ്റീഷൻ എനർജിയാണ് ഇവിടെ ഉള്ളത്. ബട്ട് ഇവിടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആണ്. നിങ്ങളുമായിട്ട് റീസ്റ്റാർട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു വീണ്ടും ഒരു ബിഗിനിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് ഉണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ സെപ്പറേഷനോ വല്ലതും ആണെങ്കിൽ പേഴ്സൺ തിരിച്ച് വരുന്നുണ്ട്. പേഴ്സൺ തിരിച്ച് വരും നിങ്ങളുമായിട്ട്. ഒരു പാസ്റ്റ് ഹാർട്ട് ബ്രേക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം. ആൻഡ് യെസ്, തേർഡ് പാർട്ടി ഇവിടെ വളരെ വളരെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് ഇതർ മാരീഡ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ അവർ കൺട്രോൾ ചെയ്യുന്ന പാരൻസ് അങ്ങനത്തെ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ഒരു തടസ്സം ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ബട്ട് പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് Ace of Wands ന്യൂ ബിഗിനിങ് എന്നാണ് ആഗ്രഹിക്കുന്നത്. അഗൈൻ ഡെത്ത് ആൻഡ് റീബർത്തും പറയുന്ന സെയിം കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു മാറ്റം വരാനുണ്ട്. സിറ്റുവേഷനിൽ ഒരു മാറ്റം വരാനുണ്ട്. അത് സംഭവിക്കും. കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ സെലിബ്രേഷൻ കാണുന്നുണ്ട്. എനിവേ നോക്കട്ടെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ആക്ഷൻ എന്തായിരിക്കും നോക്കാം നമുക്ക്. സ്ട്രെങ്ത്, 10 of Cups, ലാസ്റ്റ് കാർഡ്. 4 of Pentacles. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരല്പം ഹോൾഡ് ബാക്ക് കാണുന്നുണ്ട്. ഈ സ്ട്രെങ്ത്തും ആക്ച്വലി 4 of Pentaclesഉം രണ്ടും പറയുന്നത് ശരിക്കും നിങ്ങൾ തമ്മിൽ ഫാമിലി പോലെ, നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ബോണ്ടാണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട് ലേശം. അവരൊന്ന് പുറകോട്ട് നിൽക്കുന്ന പോലെയാണ്. ഒരു ആക്ഷൻ എടുക്കാൻ ഒരു അല്പം, കാരണം അഗെയിൻ തടസ്സം ചിലപ്പോൾ ഫാമിലി ആണ് എന്ന രീതിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി പോലെ കാണുന്നു എന്ന രീതിക്കുമാണ്. അവരിപ്പോൾ ആക്ഷൻ ഒന്നും എടുക്കുന്നതായിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എനർജി ഇല്ല. യെസ്, റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ എനിക്ക് എനർജി എല്ലാം ഉണ്ട്. പക്ഷെ ഒരു മാറ്റം വരാനുണ്ട്. ദാറ്റ് പേഴ്സൻ്റെ ഒരു എനർജിയിൽ ചേഞ്ച് വരാനുണ്ട്. അവർ ആക്ഷനിലേക്ക് കൺവേർട്ട് ആവാനുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കൂടുതലും അവർ ആലോചിച്ച് ചിന്തിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വേണം എന്നൊക്കെ ഒരു ചിന്ത, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്ന. ഒരു ആക്ഷനായിട്ട് എനിക്ക് കാണുന്നില്ല. ആഗ്രഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ എവിടെയോ അവരൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ അവരതിനെല്ലാം മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളോട് തുറന്നു പോലും പറയുന്നുണ്ടാവില്ല. നിങ്ങളെ കാണണം, മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പാഷനേറ്റ് ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ ഒരു ഹോൾഡ് ബാക്ക് എനർജി. നിങ്ങളെ വിട്ടും കളയുന്നില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല, മറന്നിട്ടുമില്ല. എന്താ പറയുക, നോ സെപ്പറേഷനൊക്കെ ആണെങ്കിൽ മറന്നിട്ടോ അങ്ങനെയൊന്നുമല്ല. ബട്ട് ഐ തിങ്ക് അവരൊരു അഗൈൻ ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസ്. യെസ്, ഞാൻ പറഞ്ഞ പോലെ അവർ ഫാമിലിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കുക. ഞാൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ്, ഞാൻ എൻ്റെ മീൻസ് ഹസ്ബൻഡാണോ വൈഫാണോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ മാരീഡ് പേഴ്സൺ എന്ന രീതിക്ക് എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി ഇപ്പോൾ സപ്പോസ് പാരൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെ വാക്ക് കേൾക്കുന്നു, അങ്ങനെ ഒരു വളരെ ഞാൻ എല്ലാവരും പറഞ്ഞാൽ കേൾക്കുന്ന ആ ഒരു വ്യക്തിയാണ്, ഞാൻ വേറൊന്നും ചെയ്യില്ല എന്ന രീതിക്ക് ഒരു കുറച്ച് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ. ലെറ്റ്സ് സീ, ഒരു വേറെ എന്താ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്.
നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക നോക്കാം. നിങ്ങൾക്ക് വരുന്ന കുറച്ച് ദിവസത്തിൽ നമുക്ക് എന്താ ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക നോക്കാം. ഒരു മേ ബി അനദർ 1 വീക്കേ ഞാൻ നോക്കുന്നുള്ളൂ, കൂടുതൽ നോക്കുന്നില്ല. നെക്സ്റ്റ് 1 വീക്കിൽ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? ആക്ച്വലി സോറി, എന്തായാലും ഞാൻ ഇതെടുത്തില്ല, ഒറക്കിൾ എടുത്തില്ല. ഓക്കെ, നമുക്ക് 1 വീക്കിൽ എന്ത് പ്രതീക്ഷിക്കാം നോക്കാം. ലെറ്റ്സ് സീ. സൺ, ഗുഡ്. ബുക്ക്, ഓക്കെ. സ്റ്റാർ, വാ, സൺ ആൻഡ് സ്റ്റാർ ഉണ്ട് ഇവിടെ. സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് സന്തോഷങ്ങൾ, ഹാപ്പിനെസ്, സന്തോഷം, ക്ലാരിറ്റി. ആക്ച്വലി ക്ലാരിറ്റിയാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ ബുക്കും ഉണ്ട്. ബുക്കും പറയുമ്പോൾ നമുക്കൊരു അറിവ്, നോളജ്, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, എന്തെങ്കിലും വായിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്ന രീതിക്കാണ് അല്ലേ. സോ ഇവിടെ സണ്ണും നമുക്ക് പറയുന്ന ഒരു ക്ലാരിറ്റിയുടെ കാര്യമാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഐ തിങ്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, ഈ സിറ്റുവേഷൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് എൻ്റെ ആക്ച്വലി സന്തോഷമാണ്. സോ സണ്ണ് പറയുന്നത് എപ്പോഴും സന്തോഷം കൊണ്ടുവരുന്ന കാർഡാണ്, ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ്, പോസിറ്റിവിറ്റിയുടെ കാർഡാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ പോസിബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഹാപ്പി ടൈംസ് സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മേ ബി കുറച്ചുകൂടി മനസ്സിലാവുന്നതായിട്ടും കാണുന്നുണ്ട്. സ്റ്റാർന്ന് കാണുന്നുണ്ട്. സോ ഹീലിംഗ് വരും ഇവിടെ നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ നിങ്ങളുടെ ഇടയിൽ ഒരു അകൽച്ചയോ മാറ്റങ്ങളോ മാറി നിൽക്കലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സെപ്പറേഷൻ ടോട്ടലി എൻഡിങ് എന്ന രീതിക്കല്ല, പക്ഷേ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു റീയൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് എനിക്കൊരു സ്റ്റാർ എനർജിയാണ് വരുന്നത്, ഹീലിംഗ് എനർജിയാണ് വരുന്നത്. അവർ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ശ്രമിക്കും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ടോട്ടൽ എൻഡിങ് അല്ല ഇവിടെ. എന്തായാലും നിങ്ങളുടെ സിറ്റുവേഷനിൽ കൺഫ്യൂഷൻ ഉണ്ട്, ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്കിപ്പോൾ. ഐ തിങ്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല, പക്ഷേ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, ആദ്യം വന്ന തന്നെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് അവർക്ക് വേണമെന്നുണ്ട്. അവർ പക്ഷേ ഒരു സ്ലോ എനർജിയാണ്, അതായത് മെല്ലെ അവർ സ്റ്റെപ്സ് എടുക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, പതുക്കെ പതുക്കെ നമുക്ക് റിലേഷൻഷിപ്പ് മെല്ലെ മുന്നോട്ട് കൊണ്ടുപോകാം, ആലോചിച്ച് ചെയ്യാം എന്ന രീതിക്ക് ചിന്തിക്കുന്ന വ്യക്തികളാണ്. സോ ഇവിടെ ഹീലിംഗ് വരുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. എൻ്റെ ഇവിടെ ഹാപ്പിനെസ് വരുന്നുണ്ട് എന്നും കാണുന്നു. നമുക്ക് പോസിറ്റിവിറ്റി, ഒരു ഹോപ്പ് തരുന്നുണ്ട് യൂണിവേഴ്സ്, ഫ്യൂച്ചറിലേക്ക് പ്രതീക്ഷ തരുന്നുണ്ട്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്തും നമുക്ക് പോസിറ്റിവിറ്റിയാണ്, ഈ സപ്പോൺസും ഉണ്ട്. ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഐ തിങ്ക് ഒരല്പം സമയം എടുക്കുന്നുണ്ടാവാം. ഓക്കെ, സോ വെയിറ്റിംഗ് എനർജിയാണ് എനിക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നത്. കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ക്ഷമയോടെ ഇരിക്കേണ്ടി വരും. നിങ്ങളോടും പറയുന്നത് ആക്ച്വലി ക്ഷമയോടെ ഇരിക്കും. ഓക്കെ, നിങ്ങളൊന്നും റിയാക്ട് ചെയ്യാതിരിക്കുക, നിങ്ങളൊന്നും പറയാതിരിക്കുക. നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ, പേഴ്സണിന് ആഗ്രഹമൊക്കെ ഉണ്ട്, ബട്ട് ഐ തിങ്ക് ഒരു എനർജി മാറി വരാൻ കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. സോ ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.